മൂന്നാം വട്ടവും തുടർഭരണം ലക്ഷ്യമിട്ടാണ് പിണറായി സർക്കാരിന്റെ പുതിയ പ്രഖ്യാപനങ്ങൾ. ശബരിമല സ്വർണ്ണ കവർച്ചയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരായ ആരോപണവും ഉൾപ്പെടെയുള്ള വിവാദങ്ങളെ മറികടക്കാനാകുമെന്നാണ് പുതിയ പ്രഖ്യാപനങ്ങളിലൂടെ LDFന്റെ പ്രതീക്ഷ. പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കാനുള്ള പണം എവിടെ നിന്നാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം. ശബരിമല സ്വർണ്ണ കവർച്ചയടക്കം സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന നിരവധി ആരോപണങ്ങളാണ് നിലനിൽക്കുന്നത്. മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരായ ആരോപണങ്ങളും പ്രതിപക്ഷം ആയുധമാക്കുന്നുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി മറികടക്കാൻ ഭൂരിപക്ഷ സമുദായത്തെ ഒപ്പം കൂട്ടാമെന്നായിരുന്നു LDF പ്രതീക്ഷ. ആഗോള അയ്യപ്പ സംഗമത്തിൽ NSSും SNDPയും കൈയും മെയ്യും മറന്ന് LDFനൊപ്പം ചേർന്നതും പ്രതീക്ഷകൾക്ക് ആക്കം കൂട്ടി. അതിനിടയിലാണ് ശബരിമല സ്വർണ്ണ കവർച്ച കേസ്. മുൻ ദേവസ്വം പ്രസിഡന്റുമാർക്കെതിരെ പോലും ആരോപണത്തിന്റെ മുൾമുന നീളുകയാണ്. അതിനിടയിലാണ് പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് സർക്കാരിന്റെ പുതിയ ജനകീയ പ്രഖ്യാപനങ്ങൾ. സർക്കാരിനെയും CPMനെയും പ്രതിസന്ധിയിലാക്കിയ വിഷയങ്ങളെ ജനകീയ പ്രഖ്യാപനങ്ങളിലൂടെ മറികടക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് LDF. കേന്ദ്രവിഹിതം തടഞ്ഞുവെച്ചതുൾപ്പെടെയുള്ള സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലാണ് വാരിക്കോരിയുള്ള പ്രഖ്യാപനം. നടപ്പിലാക്കാൻ പണം എവിടെ നിന്നെന്ന് ചോദ്യമുയർത്തുന്നുണ്ടെങ്കിലും പെടുന്നനെയുള്ള പ്രഖ്യാപനത്തിന്റെ ആശങ്കയിലാണ് UDF. അടുത്ത മാസം മുതലാണ് പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും പദ്ധതി നടപ്പിലാക്കിയേ മതിയാകൂ. ഇതിനായുള്ള സർക്കാരിന്റെ സാമ്പത്തിക രംഗത്തെ പ്ലാൻ B എന്താണെന്നാണ് ഇനി അറിയേണ്ടത്. മീഡിയ 1 തിരുവനന്തപുരം.